ഡിയർ ചിൽഡ്രൻ മാപ്പ് സോൾവ് ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാപ്പ് മാർക്കിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ളൊരു വേ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇവിടെ പഠിക്കാനുള്ളത്. 1 സാവന ക്ലൈമാറ്റിക് റീജിയൻ, 2 ഹോട്ട് ഡെസേർട്ട്, 3 ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്, 4 ടൂണ്ട്ര ക്ലൈമാറ്റിക് റീജിയൻ, 5 ടൈഗർ റീജിയൻ. നമുക്ക് ഓരോ റീജിയൻസ് ആയിട്ട് വേഗം പോകാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് നമ്മുടെ വേൾഡ് മാപ്പ് അല്ലേ. അപ്പോൾ വേൾഡ് മാപ്പിൽ എന്തൊക്കെയാണ് ആൾക്കാർ എന്നുള്ളത് നമ്മൾ മനസ്സിലാവണ്ടേ. ഇവിടെ നോർത്ത് അമേരിക്കയാണ്, ഇവിടെ സൗത്ത്, അതേപോലെ ഇതെന്താ യൂറോപ്പാണ്, ആഫ്രിക്കയാണ്, ഏഷ്യയാണ്, ആൻഡ് ദിസ് ഇസ് അന്റാർട്ടിക്ക. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഇത് അറിഞ്ഞാലാണ് നമുക്ക് ബാക്കി എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുക, മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലേ. ഇനി നമ്മൾ പതുക്കെ ഓരോന്നിലേക്ക് കിടക്കുന്നു. ഫസ്റ്റ് നമുക്ക് സാവന ക്ലൈമാറ്റിക് റീജിയൻ നോക്കാം അല്ലേ. ആണെങ്കിൽ സൗത്ത് അമേരിക്ക എടുക്കാം. സൗത്ത് അമേരിക്ക നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യാം. ഇതെന്താണ്, ലാനോസ് ആണ്, ആൻഡ് ദിസ് ഇസ് എന്താണ്, കാമ്പോസ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടാലോ. ആൻഡ് ഇതെന്താണ്, കാമ്പോസ് ആണ്. ഇനി നമുക്ക് സാവന ക്ലൈമാറ്റിക് റീജിയനിലെ മെയിൻ ആയിട്ട് ആരാണ്, സാവനയല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത്രയാണ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ആഫ്രിക്കയിലാണ് ഉണ്ടാവുക. അപ്പൊ അത് നോർത്ത് വെക്കുക, അതിൻ്റെ അതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണെന്ത്, സാവന ക്ലൈമാറ്റിക് റീജിയൻ. സോ നമുക്ക് എന്ത് വരയ്ക്കാം, സാവന എന്ന് എഴുതി കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡും എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് സാവന ക്ലൈമാറ്റിക് ഇൻ ഓസ്ട്രേലിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, നമ്മളതാ ഈ ഒരു പോർഷൻ മാർക്ക് ചെയ്യുക. ഇതാണ് ഓസ്ട്രേലിയയിലെ എന്ത്, സാവന ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സാവന. ഇനി നമ്മളിനി എന്താ ചെയ്യണ്ടേ, കഴിഞ്ഞു. നമുക്ക് ഒന്നാമത്തെ ആൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ നെക്സ്റ്റ് അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത ആളാണ് ഹോട്ട് ഡെസേർട്ട്. ഹോട്ട് ഡെസേർട്ട് മെയിൻ ആയിട്ട് നമുക്ക് എവിടെയാണെന്ന് അറിയുണ്ടാവുക, യൂറോപ്പിൽ നിന്നും അതേപോലെ ആഫ്രിക്കൻ്റെയും ഒരു ഏതാണ്ട് ആഫ്രിക്കയിൽ തൊട്ട് മേലെ ആയിട്ടാണ് എന്ത് വരിക, ഹോട്ട് ഡെസേർട്ട് വരിക. അപ്പൊ നമുക്ക് ഏതാണ്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് എന്ത്, ഹോട്ട് ഡെസേർട്ട് എന്ന് പറയുന്നത് കേട്ടോ. എന്താണത്, ഹോട്ട് ഡെസേർട്ട്. ജസ്റ്റ് ഞാനിവിടെ എഴുതിയിരുന്നുണ്ട് ഹോട്ട് ഡെസേർട്ട്. സോറി, അതാണ് എന്ത്, സഹാറ ഡെസേർട്ട് കേട്ടോ. ഇനി നമുക്ക് ഏഷ്യൻ്റെ തൊട്ടുതാ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് എന്തുണ്ടെന്ന് അറിയോ, അവിടെയും ഒരു ഡെസേർട്ട് ഉണ്ട്, അറേബ്യൻ ഡെസേർട്ട്. എന്താണ്, അറേബ്യൻ ഡെസേർട്ട് കേട്ടോ, അറേബ്യൻ ഡെസേർട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് ഓസ്ട്രേലിയയിൽ തന്നെ ഒരു ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഉണ്ട് കേട്ടോ. ഓസ്ട്രേലിയയിൽ ഒരു ഓസ്ട്രേലിയൻ ഡെസേർട്ട് ഉണ്ട്. ഈ ഒരു പോർഷനാണ് വരിക. എന്താണ്, ഓസ്ട്രേലിയൻ ഡെസേർട്ടാണ്. ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓസ്ട്രേലിയയിലുള്ള ഡെസേർട്ട് എന്താണ്, ഓസ്ട്രേലിയൻ ഡെസേർട്ട്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്ക്, ഇതാണെന്ത് കൽഹാരി, ആൻഡ് ഇതാണെന്ത് നൈൻ. വളരെ ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് ഉള്ളൂ കേട്ടോ. അത് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, ആഫ്രിക്കയിലാണ്. എന്താണ്, കൽഹാരിയും നൈമ്പും. ഇത് കൽഹാരി, നവീൻ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഇത്രയാണ് നമ്മളിപ്പോൾ ഡെസേർട്ടിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് വരിക. അവിടെയാണ് എന്ത് വരിക, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് വരിക. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ഉള്ളത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ നമുക്ക് സൗത്ത് അമേരിക്കയിൽ തന്നെ ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം അല്ലെ. ഈ ഒരു പോർഷനിലാണ് എന്ത് വരിക, എന്തുണ്ട്, പാമ്പാസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ അറിയോ, ഇവിടെ അതായത് നമ്മളുടെ ആഫ്രിക്കന്റെ തൊട്ട് താഴെയായിട്ടും ഈ കുട്ടിയുണ്ട്. ആരാണ് ആ കുട്ടി, വെൽഡ്. ആരാണ്, വെൽഡ്. ഓക്കെ, ഈ എൽ ഡി. ഇനി നമുക്ക് ഇനി ഒരാളും കൂടി ഉണ്ട്, ഡൗൺസ്. ഡൗൺസ് എവിടെയാണ്, ഓസ്ട്രേലിയയിലാണ് അല്ലെ. അപ്പൊ ഓസ്ട്രേലിയ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. നോർത്ത് അമേരിക്കയിലാണ് പിന്നുള്ളത്. ആരാണ്, പ്രയറീസ്. ആരാണ്, പ്രയറീസ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇവിടെ ആയിട്ടാണ് വരിക. ഓക്കെ, ഇവിടെ ആയിട്ടാണ് വരിക. അതാണ് എന്ത്, പ്രയറീസ്. ഓക്കെ, ഇനിയും ഉണ്ട് ഒരാൾ, അതായത് ഏഷ്യ. എവിടെയാണ് ഏഷ്യ, ഇവിടെയുള്ള ഏഷ്യ. ഏഷ്യന്റെ ആ ഒരു ഭാഗത്തായിട്ട്, ഈ ഒരു ഭാഗത്തായിട്ട് ഒരാളുണ്ട്. ആ ഒരാളാണ് ആര്, ഇതാണ് സ്റ്റെപ്പിസ്. ഓക്കെ, ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ആര് കഴിഞ്ഞു, നമ്മളുടെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് തുണ്ട റീജിയൻ, അങ്ങനെ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ടൈഗർ റീജിയൻ അങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നോക്ക്, ഈ താഴെ മൊത്തം കൺജസ്റ്റഡ് ആണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, തുണ്ടയും ടൈഗയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേഗം തന്നെ മാർക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഞാനിവിടെ ഒരു സർക്കിൾ ഇട്ട് മാർക്ക് ചെയ്താൽ പോലെ അറിയുമല്ലോ നിങ്ങൾക്ക്. ഇനി അതെന്താണെന്ന് എഴുതി കൊടുക്കേണ്ടത് നമുക്ക്. എന്താണത്, തുണ്ട്ര. ഇനി നമ്മള് സ്റ്റെപ്പിസ് വരച്ചല്ലോ, ആ ഒരു പോർഷനിലാണ് എന്ത് വരിക, നമ്മുടെ ടൈഗർ റീജിയൻ വരിക. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് വരച്ചിടാവേ. ഈ ഒരു പോർഷനാണ് എന്ത് വരിക, ഈ ഒരു പോർഷൻ എന്താ വരിക, ടൈഗർ റീജിയൻ ആണ് ഇവിടെ വരിക. എന്തുകൊണ്ട് മിസ്സേ ഞാനിവിടെ തുണ്ട്ര ഏറ്റവും മേലെ കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുണ്ട്രയിലാണ് ഇന്ന് ഭയങ്കര തണുപ്പ്. അവിടെ 66 ഡിഗ്രി ആയിരിക്കും
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മാപ്പ് മാർക്കിങ്ങിൽ പഠിക്കേണ്ടത്. ഈ ഒരു സംഭവം വ്യക്തമായിട്ട് തന്നെ മക്കൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇവിടെ നോക്ക്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലേ നോക്കാം, ഏത് കളറിലാണ് നമ്മളത് എടുത്തിട്ടില്ലേ നോക്കാം കേട്ടോ. ഇത്രയാണ് നമ്മുടെ മാപ്പ് മാർക്കിങ്ങിൽ വരാം. പിന്നെ കുറച്ചൊക്കെ ഒന്ന് ടെസ്റ്റായിട്ട് അവിടെ നിന്ന് അങ്ങനെ അതാണെങ്കിൽ അവിടെ മാർക്ക് ചെയ്യുന്നൊക്കെ പറയാൻ നേരത്ത് നമ്മൾ ഈ ഒരു ഡിഗ്രി വെച്ചിട്ട് നമുക്ക് എന്താണ് സംഭവം എന്ന് വെച്ചൊന്ന് മനസ്സിലാക്കാൻ മാർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഡേസ്.